ഹലോ, നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ആരെങ്കിലും ഉണ്ടോ കാണാൻ? കുറച്ചധികം ദിവസമായി വീഡിയോ ഒക്കെ ഭയങ്കര ഷോക്കാണ് ഇപ്പം. അപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയൊന്ന് ഒതുങ്ങിയപ്പോൾ ചന്തയിലോട്ട് വന്നതാണ് എന്തെങ്കിലും മീൻ വാങ്ങാൻ. കുഞ്ഞക്കരിമീൻ അന്നില്ലേ മഞ്ഞപ്പൂരുടെ സൗന്ദര്യം കണ്ട് നിൽക്കുകയാണ്. ഇടി പിടിക്കാനായിട്ട് അമ്മ ഇങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ പറയാൻ നേരത്തെ ഇങ്ങനെ പറയും, പണ്ടൊക്കെ കൊട്ടയില ഇവർ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, എന്നിട്ട് മഞ്ഞക്കുരി നല്ല മഞ്ഞക്കുരിയൊക്കെ വാങ്ങിച്ച് കറി വെച്ചൊക്കെ കഴിക്കും എന്നൊക്കെ പറയുവേ. മഞ്ഞക്കുരി കാണുമ്പോൾ ഉടനെ അമ്മേൻ്റെ ഓർമ്മ വരും. പക്ഷെ നമ്മൾ പൊതുവേ കൂരിയൊന്നും വാങ്ങാറില്ല ഇവിടെ കേട്ടോ. അപ്പോൾ അതുമായിട്ട് ഗുസ്തി പിടിക്കാനൊന്നും ആർക്കും വയ്യ. അപ്പോൾ കുറച്ച് കക്കാറച്ച് വാങ്ങിച്ചു, കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ പുറകെ കിടന്നുകൊണ്ട് നമ്മുടെ തിലാപ്പിയൊക്കെ കിടന്നുകൊണ്ട് തുള്ളിക്കളിക്കുന്നുണ്ട്. വേണ്ട ചേച്ചി, കൂന്തല് വേണ്ട. വേണ്ട വേണ്ട. വരുന്ന വഴിക്ക് കുറച്ച് റംബൂട്ടാൻ വാങ്ങിച്ചു കേട്ടോ. പക്ഷെ 1/2 കിലോ വാങ്ങുള്ളൂ, 1 കിലോ വാങ്ങണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് കൊണ്ട് വാങ്ങാൻ ചെന്നപ്പോൾ അത് തീർന്നു പോയി കേട്ടോ. നല്ല മധുരമായിരുന്നു, ഇങ്ങനെ കുരുന്ന് ഇങ്ങനെ വിട്ട് വരുന്ന റംബൂട്ടാൻ. ഓൺലൈനിൽ വീഡിയോ കണ്ടിട്ട് ഇത്ര ചിരിക്കാൻ ഒന്നും അഭിനയിച്ചിട്ടില്ലേ? ട്രോളാ. കരണ്ട് ഇല്ല ഗൈസ്, കരണ്ട് ഇല്ല. നല്ലതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുരുന്ന് വിട്ട് വരും. എനിക്ക് ആ റംബൂട്ടാനാണ് ഇഷ്ടം, അല്ലാണ്ട് കുരുവിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇഷ്ടമല്ല. ഇത് വിട്ട് വരും. ചന്തയിലൊക്കെ പോയി ഇച്ചിരി ചാളയും മേടിച്ചു, ഇച്ചിരി കക്കാറച്ചിയും മേടിച്ചു. മീമിയൊന്നും ഇല്ല. ആരാ? ഞാൻ വെട്ടി വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ലായിരുന്നു. അത് ശരിയാ. ആ, ഇതാണ് കൊറിയർ വന്നത്. നല്ല മധുരയില്ലേ? മമ്മിക്ക് വന്നാ എന്തായാലും കണ്ടില്ല. എന്നാൽ നമ്മുടെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ എങ്കിലും എടുക്കാന്ന് വിചാരിച്ചു. ഇച്ചിരി വെയിൽ ഇറച്ചിട്ടുണ്ടായിരുന്നു. പോയി. നമ്മുടെ മോഹൻലാലിന്റെ പുതിയ ജ്വല്ലറിയുടെ പരസ്യമില്ലേ, അത് നാൻസി ഒന്ന് അനുകരിച്ചതാണ്. ദിവസമൊക്കെ നന്നായിട്ട് കിടപ്പുണ്ട് ബാക്കിലും. സാധാരണ ഞാൻ പൗഡറൊന്നും ഇടാറില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇനി എനിക്ക് വയലറ്റിൽ കേട്ടോ, വയലറ്റിൽ ചുമന്ന പൂക്കൾ. ഓക്കെ. ധന്യ ചേച്ചി അവിടെ നിന്ന് കമന്റ് പറയാണ്, നടി കുളത്തിൽ നിന്നും പൊങ്ങി വരുന്നു, സോപ്പ് എടുക്കുന്നു. നടി എക്സ്പ്രഷൻ ഇല്ലാണ്ട് അഭിനയിക്കാൻ എന്തോരം പാടുപെടുന്നുണ്ട്. അങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ട് അകത്തോട്ട് കയറി പോകുന്നു. നമ്മൾ കുറച്ചധികം നൈറ്റ് മെറ്റീരിയൽ വാങ്ങിച്ചിരുന്നു കേട്ടോ. നമ്മൾ ആലുവയിൽ അവരുടെ കടയിലൊക്കെ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ വന്നിട്ട് 2 ദിവസമായെങ്കിലും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം നോക്കി. ഇതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഷോളും കൂടി വരുന്നതാണ് കേട്ടോ. ഷോളൊക്കെ വരുന്നത് അങ്ങനെ പൊതുവെ എല്ലായിടത്തും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണമൊക്കെ വരുമല്ലേ, ഫാമിലിയിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നമ്മളിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. PKV കളക്ഷൻസ് ആലുവ കേട്ടോ. അവരുടെ കടയിൽ ചെന്നിട്ട് നേരിട്ട് വാങ്ങാം. കൂടുതൽ സൗകര്യം വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് വാങ്ങുന്നതായിരിക്കും. ഈ 05 അവസാനിക്കുന്നവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ കാറ്റലോഗിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. അതൊക്കെ റയോൺ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. നേരത്തെ കാണിച്ചത് ഇത് കോട്ടനാണ്. ഇതുകൊണ്ടാണ് എനിക്ക് ഡ്രസ് നാൻസിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗൈസ്. അല്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു ഡ്രസ്സ് തയ്ക്കാൻ പറ്റിയ ലുക്കുള്ളത് ഇതല്ലേ. എല്ലാം നമ്മൾ ഇറക്കും.
ഇല്ല, അത് ഇതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമാണ് ഗൈസ്. മുകളിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് താഴത്തോട്ട് വന്നിട്ട് എന്നാൽ പിന്നെ കക്കാർച്ചിയിലോട്ട് അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് സാധാരണ ഞാൻ ഇതുപോലെ വേസ്റ്റ് കളഞ്ഞു കൊടുക്കും. അമ്മയായിരിക്കും ഒന്നും കൂടി മെനഞ്ഞ് കഴുകിയെടുക്കുക. ഇതിനകത്ത് ഇങ്ങനെ മണ്ണ് കാണും കേട്ടോ. മണ്ണ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മൂടും പോകും. അപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ടപ്പോൾ നാൻസിനോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതിൻ്റെ സർക്കസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചും മറിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. കുറേ ഞാൻ കളഞ്ഞ്. എന്നിട്ട് ഇത് നമ്മുടെ ചാളയുടെ തല ഇങ്ങനെ നല്ല ഫ്രഷ് ചാളയാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് വർക്കൗട്ട് നല്ല ടേസ്റ്റാണ്. KCBനെ വിളിച്ച് അവസാനം കറണ്ട് വന്നു കേട്ടോ. ഭാഗ്യം. ഒരെണ്ണം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ധന്യ ചേച്ചി ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ. കിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വയ്യാഴികയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവളുടെ പുറകെ ഇങ്ങനെ നടക്കണം. അപ്പോൾ വൈകുന്നേരം അപ്പോൾ നമ്മുടെ കപ്പയും കക്കാർച്ചിയും കൂടി കുഴച്ചു കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അല്ല, കറിയല്ലല്ലോ, ഒരു ഭക്ഷണമാണ് കപ്പയും കക്കാർച്ചിയും കുഴക്കണത്. കക്കാർച്ചിയിൽ എനിക്കിഷ്ടം ചാള കുഴക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് സവാളയൊക്കെ ഇട്ട് അത് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. ഫ്രോക്കിൻ്റെ പണി മുക്കാലും തീർത്ത് വെച്ച് നോക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ താഴത്തോട്ട് ഇതുപോലെ വാലിങ്ങനെ ഇടിയല്ലേ, സൈഡിലിങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രില്ലിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല നീളത്തിൽ തുണി ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കുട്ടി ഫ്രില്ലിട്ട് എടുക്കാനായിട്ട്. നിങ്ങളിങ്ങനെ ഫ്രില്ലിടണേ? വലിയ സൂചിയാണെങ്കിൽ പെട്ടെന്ന് വരുമല്ല. അത് മിഷ്യൻ സൂചി വെക്കാൻ പാടില്ലേ? ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി ചേച്ചി. ഇതിങ്ങനെ 2 ലെയർ ആയിട്ട് എടുത്തേച്ചു അങ്ങനെ വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പുറത്തോട്ട് ചുമ്മാ ഒന്ന് മടക്കി ഒരു പട്ട പോലെ എന്നിട്ട് അതേലും നമുക്ക് കൊളുത്ത് പിടിപ്പിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ശരിയാക്കി തരാം. ശരിയാക്കി അരപ്പട്ടയല്ലേ, എത്ര എണ്ണം വേണം? ഇത് കണ്ടോ, ഞാൻ ചെയ്ത മനോഹരമായ ചുരിദാറ് ഇവൾ അലക്കി അത് കുളം തോണ്ടി പോയത്. അത് ഫുള്ള് ചുരുങ്ങി വൃത്തികേടായി. ഇറക്കമൊന്നും ഇല്ല ഇപ്പം ഇതിൽ. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവ കലക്കണ്ട. ഇനി സ്ലിറ്റ് അടക്കം മാറ്റി അടിക്കണമെന്ന് ഇവള് പറയണത്. എങ്ങനെ എപ്പോൾ നടക്കും ഇനി? എന്തിനലക്കിയത് ഇത്? എന്തിന്? അത് ലൈനിങ് ഒന്ന് മടക്കി അടിച്ചാൽ മതി അല്ലേ? ലൈനിങ് ഒക്കെ നിലത്തെത്തി ഗൈസ്. നേരെ നേടി നീക്കണ്ട. ലൈനിങ് കാണാൻ പറ്റുന്ന ഫുള്ള് സ്ലിറ്റ് ഒന്നും മാറ്റി അടിക്കാനൊന്നും വേണ്ട. അടിഭാഗം അതിന്റെ ഭംഗി പോയി. അലക്കിയപ്പോ തന്നെ ആ തുണിയുടെ ഭംഗി പോയി. ശരിക്കും അങ്ങോട്ട് പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് ഇറക്കം വന്നു കേട്ടോ. വീണ്ടും തിരിച്ച് കിട്ടി. എന്നാലും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ വലിച്ച് ഇറക്കിയപ്പോഴത്തേക്ക് ചുരുങ്ങിയിരുന്നതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. ഞാൻ ഓർത്തത് അത് വേസ്റ്റായി പോയെന്ന് ഓർത്ത് ആ തുണി. അപ്പോൾ നമ്മുടെ കുഞ്ഞാവേൻ്റെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പരിപാടികളും കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ താഴത്ത് ഫുള്ളും ഈ സെയിം ഫ്രില്ല് അവർ വന്ന് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെയും കൂടി ചെയ്താൽ കൊള്ളാം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ അത് നമ്മൾ പിന്നെ ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉടുപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കൊച്ചിൻ്റെ 1ാം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ താഴത്തമ്മ നമ്മുടെ കക്കാർച്ചി ഒലത്തുന്നു, മഞ്ഞച്ചാറ് വെച്ചിട്ടുണ്ട്, ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ചിരിക്കും. ഇതിനായിരിക്കണം എന്നെ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്തിട്ട് ഞാൻ ചിരിച്ചു കളിക്കണം. അന്ന് ഞാനൊന്ന് സഹായിച്ചു കൊടുത്തില്ലായിരുന്നു. അതിൻ്റെ പരിഭവത്തിലാണ്. പല വഴിക്ക് നടക്കുമായിരുന്നു. കേസ് കൊച്ചുണ്ടായിരുന്നല്ലോ, അവളുടെ പുറകെയാണെന്നവൻ ഒന്നും നടക്കുകയില്ല. അപ്പം നമ്മുടെ രാത്രി ആയപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട്. ആ കിട്ടിട്ടെ ആദ്യമായിട്ടാന്ന് തോന്നുന്നത്. ഒരു ബുദ്ധിമുട്ട്, ഇച്ചിരി കരച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാറിയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞ് നാൻസി ഒരു പാനൽ കട്ട് സ്കേർട്ട് ചെയ്യാനുണ്ട്. ഒന്നല്ല, ഒരു 3 എണ്ണം ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തേത് ചെയ്ത് നോക്കുവാണ്. 3 ചേച്ചിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് അപ്പോൾ അവളെ സെറ്റാക്കിയിട്ട് നാൻസി പിന്നെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസമായി. കപ്പവറ, 1 മാസം കഴിക്കാനുള്ള മിഠായികള്. സാറിയുടെ കരണ്ടില്ല കയസ്മി, ചേച്ചിമാർ വന്നിട്ടില്ല. പുറത്ത് നല്ല പെരുത്ത മഴയാണ്. നാൻസിനെ ചെമ്മീൻ കിളിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കടയിൽ പോകാൻ പോവാ. ഇവിടെ ഒരു സാധനമില്ല, എല്ലാമേ കാലി. ഒരു പാക്കറ്റ് ചോക്കോസ്, കോൺഫ്ലെക്സ്, ഒരു 500 ഗ്രാം പിസ്ത, പിന്നെ കുറെ മിഠായി 1 മാസം കഴിക്കാനുള്ളത്. പിന്നെ മിഠായി, ചക്കവറ, കപ്പവറ. വേറെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന ഇഷ്ടപ്പെടുന്നതല്ല. അമ്മക്ക് എന്താ വേണ്ടേ? ഇതാണെങ്കിൽ എന്താ
അരിമാതല എഴുതിക്കും. ഞങ്ങൾ ലിസ്റ്റ് ഇടാൻ നിൽക്കുവാണ്. ഒരു സാധനം ഇല്ല, എല്ലാ പാട്ടയും കാലി പാട്ടകളാണ് ഇവിടെ മുഴുവൻ. ഇന്നപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കടയിൽ പോകാം. ലിസ്റ്റ് റെഡി ഗൈസ്. ഇനി നമുക്ക് പോകാം സാധനം മേടിക്കാൻ. അങ്ങനെ കറിയെല്ലാം അടുപ്പത്താക്കി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാനും നാൻസിയും കൂടി അങ്ങോട്ട് ഇറങ്ങി കൈസ്. കുറച്ച് സ്റ്റിഫ്നെറ്റ് വേണമായിരുന്നു നമ്മുടെ ഇന്നലെ തീർത്തതിൻ്റെ ആ പാവാടയ്ക്ക് വെക്കാനായിട്ട്. എൻ്റെ പൊന്നോ, വൈക്കത്തുള്ള കണ്ട കടകൾ മുഴുവൻ ഞങ്ങൾ ചോദിച്ചു, സ്റ്റിഫ്നെറ്റ് കിട്ടാനില്ല. ഭയങ്കര കട്ടിയുള്ള സാധനം ഉള്ളത്. ഇതുപോലത്തെയാണ് പിന്നെ ഭേദം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവസാനം ഞങ്ങൾക്കൊരു കടയിൽ നിന്ന് കിട്ടി. മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് കിട്ടിയിട്ട് പിന്നെ നമ്മൾ ധന്യചേച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ നമുക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സിലടക്കം ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ധന്യചേച്ചിയുടെ ഹസ്ബൻഡ്. ബഹുമാനം കണ്ടോ? ഓക്കെ, നമുക്ക് പോകാം. ഇവിടെ ഈ ആട്ട പിടിച്ചതുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഇതാണ് ഗൈസ് ഗവൺമെന്റിന്റെ മീൻ വളർത്തു സ്ഥലം. എന്താണ് ഇതിന്റെ പേര്? പാലാക്കരി ഫിഷ് ഫാം. അതിനോട് തൊട്ട് ചേർന്നാണ് ധന്യമോളുടെ വീട്. ഒളിക്യാമറയായിട്ട് ഗാന്ധിജിയുടെ ഇതെന്തുവാ തയ്ക്കണേ? പാൻറ്റാ? കാരണവന്മാരൊക്കെ വന്നോടെ വന്നു പോയി. അമ്മച്ചിക്കൊക്കെ ബിന്ദുമോൾക്ക് പനി പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസം ആൾ വന്നിട്ട് അവസാനം വെള്ളിയാഴ്ചയാണ് വന്നേക്കുന്നത്. അപ്പോൾ നാൻസി 4 കുട്ടിയുടുപ്പുകൾ കട്ട് ചെയ്ത് പുറകെ പണി കൊടുക്കാൻ വേണ്ടി നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എടുത്തിട്ട് ബിന്ദു ചേച്ചി പണി തുടങ്ങി കേട്ടോ. ആൾക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച വലിയ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അത് മഴയും കരണ്ട് ഇല്ലായക അങ്ങനത്തെ പല പ്രശ്നങ്ങൾ. അപ്പോൾ ധന്യ ചേച്ചി വേറൊരു സൂത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കിയാരയാക്കി ഭയങ്കര വെള്ളമാട്ടോ. പുറത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടാണ്, കണ്ണ് തെറ്റി അപ്പം ഓടിക്കളയും. അപ്പം ഞാനിങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഒരു സംഭവമൊക്കെ എടുത്ത് കൊടുത്തേക്കുവാണ്, ABCD കുറച്ച് എഴുതാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈക്ക് ഇത് വര കൂടുതലാണ് വരച്ച് വെച്ചേക്കുന്നത്. F വരെ എഴുതും, പക്ഷെ G പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. HI ഒക്കെ എഴുതും, G എഴുതണില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങിയേക്കൊണ്ട് ലിസ്റ്റ് നമ്മൾ 2 ദിവസം മുന്നേ ഇട്ടെങ്കിലും വാങ്ങിയില്ലായിരുന്നു കേട്ടോ. പെരുത്ത മഴ, പുറത്തിറങ്ങി ഞങ്ങൾ നനഞ്ഞ് ചീഞ്ഞു. പിന്നെ ആ നനഞ്ഞ വഴി എങ്ങനെ കടയിലോട്ട് കയറുന്നത്? അതുകൊണ്ട് 2 ദിവസം ഒന്നും വാങ്ങാണ്ട് പിന്നെയും പോയി. അത് കഴിഞ്ഞ് പിന്നെ 2 കിലോപ്പിച്ച് ആ മഴയെങ്കിൽ മഴയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ശർക്കര അമ്മയ്ക്ക് കുറേ ദിവസമായി പായസം വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. മറ്റേ പരിപ്പ് പായസം ഉണ്ടല്ലോ, അതിനുള്ള പരിപ്പ് വാങ്ങിച്ചു. പിന്നെ ശർക്കര കട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഈ പൊടിയാണ് സൗകര്യം കേട്ടോ ഇപ്പം. അപ്പോൾ അതെടുത്ത് പിന്നെ എന്താണ്, ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ധന്യ ചേച്ചിക്കും ബിന്ദു ചേച്ചിക്കൊക്കെ. അപ്പോൾ അവരത് പറഞ്ഞിരുന്നു കടയിൽ പോകുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് മേടിച്ചു. പിന്നെ ജേസനാണെന്നുണ്ടെങ്കിൽ അൽഫാം കഴിച്ചതാണ്. അൽഫാമിനിട്ടൊരു കടി കൊടുത്ത വഴി ചുണ്ടിനിട്ട് കടി കിട്ടിയത്. അറിയാലോ, ചിക്കനിട്ട് കടിക്കണ കടി ചുണ്ടിനിട്ട് കിട്ടി എങ്ങനെ ഇരിക്കുന്നു. നല്ല ഭയങ്കരമായിട്ട് പൊട്ടി കേട്ടോ ചുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പുള്ളി പൊടിയിരിക്കഞ്ഞ് മാത്രമായിരുന്നു. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില അറിയാലോ, എൻ്റെ പൊന്നെ എന്തിരി വിലയാണ്. എന്താണെങ്കിലും കടയിൽ വന്നതല്ലേ, 2 പാക്കറ്റ് ഇരിക്കട്ടെ എന്നും കരുതി അതും വാങ്ങിച്ച്. നമ്മളിങ്ങനെ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാറില്ല കേട്ടോ, വെളിച്ചെണ്ണയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളിച്ചെണ്ണയിൽ വെച്ചാൽ ഒരു തൃപ്തി കിട്ടുമോളെ. അങ്ങനെ കുറച്ചധികം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പൊ ഗർജിക്കുന്ന സിംഹായില്ലേ, അതേപോലെ ആയിക്കോളൂ. പുലിയായേ പറ്റൂ. കഴിക്കാൻ അടുപ്പത്ത് കിടക്കണം ചെമ്മീൻ കറി. കാണാൻ നല്ല രസമുണ്ട്. ഇനി പാകായാ മതിയായിരുന്നു അല്ലേ? എനിക്ക് തോന്നണേ ഇതേപോലത്തെ എന്തെങ്കിലും നല്ല മെറ്റീരിയലിൽ സ്കാലപ്പ് ചെയ്യുമ്പോ തന്നെ ഭയങ്കര ഭംഗിയാ. അതുകൊണ്ട് പിന്നെ വേറെ ഒരു ആഡംബരവും കാണിക്കണ്ട. ഈ ബ്ലൗസ് കാണാൻ നല്ല രസമുണ്ടല്ലേ? പാകായ മതിയായിരുന്നു. ഇത് നമുക്ക് ഓസ്ട്രേലിയക്ക് അയച്ചു കൊടുക്കേണ്ടതാട്ടോ. എല്ലാം ഇടും, വാല് വിടും. ഇത് അമ്പർല കട്ടല്ലേ? ആ, പുറകിലൊന്നും ഇല്ലാണ്ട് വാല. പക്ഷെ ഇത് ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അവിടെ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ തയ്ച്ചേക്കണേ. നമ്മുടെ ഉദ്ദേശമൊക്കെ അങ്ങനെയാണ്. ഇതായിട്ടുണ്ടെന്ന് അറിയാല്ലേ? നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മൾ തയ്ച്ചേക്കണം അല്ലേ ബിന്ദു ചേച്ചി? ബിന്ദു ചേച്ചി നല്ല ടൈറ്റ് ആയിട്ടല്ല തയ്ച്ചേക്കണത്. ഞാൻ ടൈറ്റ് ആയിരുന്നു ഇത് തയ്ച്ചപ്പോ. നല്ല രസമുണ്ട് കാണാൻ, വളരെ ക്യൂട്ടായിരിക്കണം അല്ലേ? ഈ കളർ നല്ലതല്ലേ? കുറവൊക്കെ രസമല്ലേ?
അങ്ങനെ നമ്മുടെ പുതിയ മിഷത്തിൽ ഇരിക്കാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുകയാണ്. നമുക്ക് പുതിയൊരു ചേച്ചി വന്നിട്ടുണ്ട്. കുറച്ച് 3-4 പേര് വിളിച്ചിരുന്നു, നമ്മുടെ വൈക്കം പരിസരത്തുള്ളവർ തന്നെ. പക്ഷെ വന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നേച്ചത്. ഒരാൾ വന്നിരുന്നു, പക്ഷെ ആൾക്ക് അത്ര ഒരു ഇപ്പം ഇവിടെ ഒന്നും പേടിച്ചിട്ടാണോ അറിയത്തില്ല, ശരിയായില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തത് വേറൊരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചിയാണ് നമ്മുടെ നാൻസിയുടെ ഈ ഡ്രസ്സ് തയ്ച്ചത്. നിങ്ങൾ ഷോർട്സിൽ കണ്ടു നൈറ്റ് മെറ്റീരിയൽ കൊണ്ടിട്ട് പീറ്റർ പാനൊക്കെ വെച്ചിട്ട് തയ്ച്ചില്ലേ. അപ്പോൾ പുള്ളിക്കാരത്തെയാണ് അത് തയ്ച്ചത് കേട്ടോ. വന്ന ഒരു ദിവസം ടെസ്റ്റ് നടത്തിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ താഴത്തോട്ട് വന്നപ്പോഴത്തേക്കും അമ്മ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട്, ചെമ്മീൻ ഉരുളൻ കിഴങ്ങിട്ട് വെച്ചിട്ടുണ്ട്, 2 കറി വെച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കിയാണ് ഇന്നലത്തെ മുട്ടക്കറി? ഞാൻ എല്ലാം അരിഞ്ഞു വെച്ച് പാത്രം എല്ലാം അടപ്പത്ത് വെച്ചേച്ച് അമ്മേനെ നോക്കാനായിട്ട് ചേച്ചി പുട്ടുണ്ടാക്കട്ടെ. വെരി ഗുഡ്. അല്ലേ പിന്നെ ധന്യമോൾ ഇപ്പൊ വള്ളിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കേ. കണ്ട നേർത്ത വള്ളി. ആദ്യം എനിക്ക് വള്ളി ഉണ്ടാക്കാൻ അറിയാൻ വേണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന കാര്യങ്ങളാണ്. പിന്നെ തിരിച്ചെടുക്കണം. ഈ ചെറിയ സൂചിയിട്ട് വലിച്ചാലേ ചെറിയ വള്ളി വരുവുള്ളൂ. അതെങ്ങനെയുണ്ട്? അടുത്ത ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല നേർത്ത വള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാർക്ക് ഇഷ്ടം തോന്നുന്നത് അത് പഠിക്കാനായിട്ട് തെരുതര ബ്ലൗസ് ആയിരുന്നു, അതുകൊണ്ട് വള്ളി ഉണ്ടാക്കി പഠിച്ചങ്ങോട്ട്. ഇതാണ് നാൻസി നമ്മുടെ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് തയ്ച്ച ഡ്രസ്സ്. ഇത് നമ്മുടെ പുതിയ ചേച്ചി തയ്ച്ചതാട്ടോ, പുതിയ ആള് തയ്ച്ചതാണ്. എന്താ വിശേഷം പറയാനുള്ളത്? ഇത്രയുള്ളത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഈ കോമഡി സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിയാര മുറിയിൽ ഇരുന്നുകൊണ്ട് പൗഡർ വാരി മോന്തയിൽ പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുവാണ്, നിന്നെ പോലെ നിൽക്കണ ഒരാളെന്ന് പറഞ്ഞിട്ട്. കൊച്ചിന് വരെ ചിരി തന്നെ കണ്ടിട്ട്. അങ്ങനെ പിറ്റേ ദിവസമായി സി ഇത് ഓ അല്ലേ? ഇത് ഓയല്ലേ? ഡി എഴുത്, ഡി. അങ്ങനെ പറ്റൂല, വേറെ എഴുത്. മഴവെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. തക്കം കിട്ടിയ അവൾ ഒറ്റ ഓട്ടം എടുക്കളെ. അതുകൊണ്ട് ഗേറ്റൊക്കെ ഞങ്ങൾ കയറിന് കെട്ടിയിട്ടേ ഒരു താഴും പൂട്ടം വാങ്ങേണ്ടി വരും. അപ്പം തരാ ഇങ്ങനെ മഴവെള്ളത്തിൽ കളിക്കാം, അമ്മയെ കാല് കൊണ്ട് കളിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊരു കാര്യം ചെയ്യും, കുറച്ച് നേരം കളർ വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കോക്കാൻ ബീച്ച് ആനനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവളന്ന് ഇരുന്നുകൊണ്ട് കളർ അടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഒച്ചയമ്പകളോ കേൾക്കണില്ല. ഇല്ല, പിന്നെ ഡാൻസ് അവരവിടെ വെറുതെ പാട്ടം വെച്ചോണ്ടിരിക്കുവായിരുന്നു. കൊച്ചിന്റെ ഉടുപ്പല്ലേ ഇപ്പൊ? കൊള്ളാല്ലേ ഒന്നും കൂടി? ഇപ്പൊ ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ടല്ലേ? ആണോ? ഇത്ര നീളത്തിലല്ലേ? കൊറേ നേരം എടുക്കുമല്ലേ? കൊള്ളാം. എനിക്കുള്ള പണികൾ ഇവിടെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോ ബ്ലൗസുകൾ തീരുന്നത് മുറയ്ക്ക് ചെയ്യേണ്ടത് തീർക്കണമെന്നുണ്ട് എനിക്ക് ഹെമ്മിങ്, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഞാൻ ഓരോന്നേ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ആതിര ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഒരു എൻഗേജ്മെൻറ്റ് ബ്ലൗസ് ഉണ്ട് കേട്ടോ, പിന്നെ ഒരു വെഡ്ഡിങ് ബ്ലൗസ് ഉണ്ട്. അതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള സാമ്പിൾ ഉണ്ടല്ലോ, ഒരു റെഫറൻസ് കാണിക്കുക. നമ്മൾ സാമ്പിൾ ഒന്നും ചെയ്ത് നോക്കുവാണ്. ഇതിനുള്ള പറ്റിയ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ, നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയലിന് മാച്ചാണോ? ദൈവം സഹായിച്ച് മാച്ച് അല്ലായിരുന്നു. പിന്നെ നമ്മുടെ ആതിര ചേച്ചിയുടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഏകദേശം ഇപ്പോൾ മാച്ച് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇത് വേറൊരു ബ്ലൗസാണ്, അതിനുള്ളതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനടുത്തത് കൊടുക്കണം. അന്ന് വന്നപ്പോഴത്തേക്കും എൻഗേജ്മെൻറ്റിൻ്റെ മാത്രമേ കൊടുത്തുവിടാൻ പറ്റുള്ളൂ, ഇത് രണ്ടും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ മാർക്ക് ചെയ്യാൻ ഇത്ര സമയം വേണം കേട്ടോ, പ്രത്യേകിച്ച് ഈ വർക്ക് വരുന്നത് കുറച്ച് ആലോചിച്ചും പിടിച്ചൊക്കെ ഒക്കെ ചെയ്യണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലൈനിങ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോൾ പിന്നെ നമ്മൾ സ്വപ്നയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ധാവണിക്ക് ഷോളായിട്ട് വന്നേക്കുന്നതാട്ടോ, മറ്റേ നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഒത്തിരി വീതി ഇല്ലെന്നാട്ടോ അവർ പറഞ്ഞത്. അതിൻ്റെ വെള്ളം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ആ താഴ്ത്തിരിക്കണ പർപ്പിൾ കളർ എന്തുവാണത്, അതുമൊക്കെ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സ്വപ്നയ്ക്ക് പുതിയ കട തൃപ്പൂണിത്തറയല്ലേ ഉള്ളൂ, തലയോലപ്പുറമ്പിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ തുടങ്ങിയിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും പോകാനായിട്ട്. അപ്പോൾ കുറേ നാളായി ഇവിടെ ആകാശനീല എന്നൊരു കളർ ഞങ്ങൾ കണ്ടിട്ട് കേട്ടോ. എപ്പോൾ തപ്പി വന്നാലും കിട്ടാറില്ല. പക്ഷേ ഇത് ഇപ്പം ഇരിപ്പുണ്ട്. വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ്, ഷിഫോൺ പോലത്തേക്കാ. അപ്പം വൈകുന്ന വഴിക്ക് നാൻസിക്കാണ് അവൾ ആ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗ്യാസ് കയറി ഇരിക്കുമായിരുന്നു ഓൾറെഡി. അതിൻ്റെ പുറകെയാണ് നമ്മൾ ഈ പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടോ അങ്ങോട്ട് വാങ്ങിച്ച് കഴിച്ചേക്കുന്നത്. കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നോ പ്രോബ്ലം. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ആൾക്ക് വയറിന് ഗുളുഗുളുകളുമായിരുന്നു. അത്ര പിടിച്ചില്ല കേട്ടോ അവൾക്ക്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവളെ ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണമായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടത്തിനൊക്കെ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചപ്പോൾ നാൻസിക്ക് സമാധാനം. 2 ദിവസം അവൾ കഞ്ഞിയായിരുന്നു. പിന്നെ ഈ ഒരു പട്ടുപാവാട, പിന്നെ ഒരു ഓറഞ്ച്, അതൊക്കെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരുടെ മമ്മിയും പപ്പയൊക്കെ പോകുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ട് തയ്പ്പിച്ചേക്കുന്നതാണ്. ഈ മക്കൾ പുറത്തുള്ളപ്പോൾ അമ്മയും അപ്പനും ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ പണിയാട്ടോ ഇപ്പോൾ മെറ്റീരിയലൊക്കെ റെഫറൻസൊക്കെ വെച്ചിട്ട് തപ്പി നടക്കുക എന്നുള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്, അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് മെറ്റീരിയലൊക്കെ മേടിച്ചുകൊണ്ട്. അപ്പോൾ ഇത് രണ്ടും അപ്പോൾ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അതെല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് കൊച്ചിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഓറഞ്ച് കളറിന് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. വേറൊരു ഓറഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ. അത് ഡൈ ചെയ്ത് ഓറഞ്ചിലോട്ട് മാറ്റി വെക്കുവാണ്. ഇതിപ്പം റെഡി മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നണം, അറിയില്ല കേട്ടോ ഇനി എങ്ങനെയാണെന്ന്. പാനലക്കെട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ടി തന്നെയുള്ളതായിരുന്നു ഈ ഒരു ബ്ലൗസ് കേട്ടോ. ഇതൊക്കെ കപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്കിൽ ഒരു ത്രികോണം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇടുമ്പോൾ കറക്റ്റ് ആകുമായിരിക്കും തോന്നണം കേട്ടോ. അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചു. നമ്മുടെ പുതിയ ചേച്ചിയുടെ ഒരു ഇച്ചിരി പോഷൻ കാണിച്ചില്ല കേട്ടോ. ശരിക്കും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ആൾ വന്നതിൻ്റെ ഒരു ചളുപ്പിലും ചമ്മലിലൊക്കെയാണ്. വെറുതെ ക്യാമറ കൊണ്ടുപോയി ആളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എൻ്റെ ഒരു ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഒരു തുണിക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഫൈനലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വേറൊരു ബ്ലൗസ് വെട്ടാനായിട്ട് മെറ്റീരിയൽ ഇല്ല കേട്ടോ. അപ്പോൾ നാൻസി ഇങ്ങനെ എല്ലാ പീസും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഈ കാണിക്കാൻ പോണൊക്കെ ഒരാളുടെ ബ്ലൗസ് കേട്ടോ. നമ്മുടെ വീട് തപ്പി കണ്ടുപിടിച്ച് തന്നതാണ്. അവർ ഓസ്ട്രേലിയയിലാണ് സെറ്റ് ചെയ്തത്. ഓസ്ട്രേലിയ തന്നെ അല്ലേ, അതായത് തോന്നണം കേട്ടോ. എന്താണെങ്കിലും പുറത്താണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 5-6 ബ്ലൗസ് കൊണ്ട് തന്നിരുന്നു. സമാധാനത്തിൽ ചെയ്താൽ മതി, ധൃതിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ടേപ്പിച്ചിട്ട് പോയതാട്ടോ. ഇതിപ്പോൾ എത്ര മാസമായി. അപ്പോൾ കാണിച്ചിക്കത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഈ ഒരു 5 ബ്ലൗസ് അവിടെ തയ്ക്കാനുണ്ടല്ലോ എന്നുള്ള ഓർത്തിട്ട്. അങ്ങനെ അവസാനം അതിനും ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. എല്ലാം തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അയക്കണം. ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് നടത്താൻ പോകുന്നത്. നമ്മൾ ഇതുവരെ നേരിട്ട് അയച്ചിട്ടില്ല. ആരെങ്കിലും പോണവരുടെ കയ്യിൽ കൊടുത്തു വിടുന്ന ഒരു പതിവാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് അയക്കണം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്ര രൂപയൊക്കെ ആകുമെന്നൊന്ന് അന്വേഷിക്കണം. പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോയി തിരക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടം വരെയൊക്കെ ഒന്ന് പോകാനായിട്ട് ഇത്ര സാധനം പോകാൻ എത്ര രൂപയാണെന്ന് നമുക്കൊന്നും അറിയാമല്ലോ. അപ്പോൾ ഇത് ആളുടെ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഒരു ബോയ് ഒക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ ഇപ്പം മുകളിൽ വെക്കണോ പറഞ്ഞ പോലെ ആ ബോ ഞാൻ പിടിപ്പിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഓർത്തത്. ഒരു 2 ബ്ലൗസിനും കൂടി കൊളുത്ത് വെക്കാനുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി വേഗം തന്നെ, അതായത് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ കൊറിയർ അയക്കേണ്ടതാട്ടോ. പിന്നെ ഇതുണ്ടായിരുന്നത് കുഞ്ഞു കൊച്ചിന് വേണ്ടിയിട്ട് തയ്ച്ചേക്കുന്നത് കേട്ടോ. കിയാരയുടെ ഒക്കെ പ്രായം കാണും. അപ്പോൾ ഇത് തയ്ക്കാൻ ഇത്തിരി പാടായിരുന്നു. നാൻസി ആ അളവ് കറക്റ്റൊക്കെ ആണോ എന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ എളുപ്പമായിരുന്നു. ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലായിരുന്നല്ലോ. ഇതൊക്കെ ചടചടയെന്നും പറഞ്ഞുകൊണ്ട് ബന്ധിച്ച് വെച്ച് തയ്ച്ച് മാറ്റി കിട്ടും. പക്ഷെ മറ്റേ തയ്ച്ചത് നല്ലപോലെ മുക്കറയിട്ടിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്, ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി കൊച്ചു വന്ന് ഇടുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഈ കോട്ടൺ ഉടുപ്പൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ആഗ്രഹമൊക്കെ കിയാരയ്ക്കും കുറച്ച് തയ്ച്ച് കൊടുക്കണമെന്ന്. ഇപ്പോൾ ഉടനെ തന്നെ തയ്ക്കണമെന്ന് കരുതി ഇരിക്കുകയാണ്. പക്ഷെ വേറെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. അതാണ് ഒരു പ്രശ്നം, വേറെ വഴിക്ക് പോയി കളയും. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ വീഡിയോ. വരും ദിവസങ്ങളിൽ കുറച്ചധികം സ്റ്റിച്ചിങ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾ അജണ്ട തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ നടക്കുകയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഉടനെ വരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.